സോ ഗൈസ് അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലാണ് നമ്മൾ ഇന്നത്തെ CC അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ ഇൻസേർട്ട് ചെയ്യുക. സോ ഒരു റെക്റ്റാങ്കിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ കമ്പോസിഷൻ എഴുതി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അവിടെ തന്നെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്ട്സ് പോയതിനു ശേഷം ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം അതറിൽ നിന്ന് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ എഫക്റ്റ് എടുത്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എഫക്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം കളർ ആൻഡ് ലൈറ്റിലെ ഗ്രേഡിയൻ ഓവർലേ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഗ്രേഡിയൻ്റ് ഓവർലേയിൽ ഈ ഒരു കളർ 1 കളർ 2 എന്നുണ്ടല്ലോ, അവിടെ കളർ 1ൻ്റെ ഭാഗത്ത് വൈറ്റ് കളർ കൊടുക്കുക, ഫുൾ വൈറ്റ് കളർ കൊടുക്കുക. കളർ 2ൻ്റെ ഭാഗത്ത് ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു കളർ ഉണ്ടല്ലോ, #4 വരുന്നൊരു ഈ ഒരു കളർ ജസ്റ്റ് ഒരു ഗ്രേ ഡാർക്ക് കളർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ആ കളറിൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഓക്കെ, ഇതാണ് ആ കളറിൻ്റെ കോഡ്. ഈ ഒരു രീതിയിൽ കളറിന് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് താഴോട്ട് കയറിയ ശേഷം ബ്ലെൻഡിങ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നോർമലിന് പകരം നമ്മൾ മൾട്ടിപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് അടിക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഫസ്റ്റ് റെക്റ്റാങ്കിളിലെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റെക്റ്റാങ്കിൾ എടുക്കാം. അപ്പം വീണ്ടും ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിളിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫിൽ കമ്പോസിഷൻ ഏരിയ അടിക്കാം. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് റെക്റ്റാങ്കിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം എഫക്ട്സ് പോവുക. നേരത്തെ ചെയ്ത പോലെ ആഡ് എഫക്റ്റ് കൊടുത്ത് അതറിൽ പോയതിനു ശേഷം കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഒന്നുകൂടെ ആഡ് എഫക്റ്റ് പോയതിനു ശേഷം ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഷാർപ്പൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ. അതിനുശേഷം ഈ ഒരു ഷാർപ്പനിലെ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 50 ആക്കി കൊടുക്കുക. ഓക്കെ, 0.50 ആക്കി കൊടുക്കുക, 0.50. അതിനുശേഷം ഓക്കെ, റേഡിയസ് യാതൊരു മാറ്റവും വരുത്തണ്ട. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം ഒന്നുകൂടെ എഫക്ട്സ് പോയതിനു ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ എക്സ്പോഷർ ആൻഡ് ഗാമ, അതായത് കളർ ആൻഡ് ലൈറ്റിലെ എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ. അതിനുശേഷം അത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അതിൽ എക്സ്പോഷർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ 0.90 ആക്കി കൊടുക്കുക, 0.90 ആക്കി കൊടുക്കുക, 0.90. ഓക്കെ, 0.90. അതിനുശേഷം നിങ്ങൾ ഗാമ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം 0.800 ആക്കി കൊടുക്കുക, 0.800 ആക്കി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് 80 ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്പോഷർ ആൻഡ് ഗാമയിലെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒറ്റ എഫക്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾ എഫക്ട്സ് പോയതിനു ശേഷം ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയതിനു ശേഷം സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറയുന്ന എഫക്റ്റും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഈ താഴെ കാണുന്ന സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം അതിലെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു 3 ഡോട്ട്സ് ആണ് കേട്ടോ എഡിറ്റ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു സാച്ചുറേഷൻ ജസ്റ്റ് ഒരു 10 ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. 10 തൊട്ടുള്ളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. ഒരു 10 ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 10 or 15 അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഈ ഒരു മാറ്റം വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ CC. നല്ല അടിപൊളി 4K CC ആണ് നമ്മളിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നത്. സോ ഇത് നമ്മളെ സ്വന്തം CC ആണ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു ക്രെഡിറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളെ ലിങ്കിലും ഇതിൻ്റെ ഒരു പ്രീസെറ്റ് XML അവൈലബിൾ ആയിരിക്കും. നമ്മളെ ടെലിഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.